വരാന്ത എന്താണെന്ന് അറിയാത്ത അപ്പൂസിന് ഇന്ന് വരാന്തയിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ പ്രാങ്ക് ആക്കാണ് ഞങ്ങള്. പാവടാ ഫ്രണ്ടിലെ വരാന്തയിലല്ലേ, ഫ്രണ്ടില് കാലത്ത് തന്നെ എന്റെ ദേശീയ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ച്. 1-2 ദിവസമായിട്ട് ബൈക്ക് എടുത്തിട്ടാണ് യാത്ര. സംഭവം ഇവൻ എനിക്ക് ഇഷ്ടമാണെങ്കിലും കൊതിയനവൻ പെട്രോളിന്റെ കാര്യത്തില്. സാറിന്റെ റെഡിയാവിൽ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിയോണ്ട് അധികം പോസ്റ്റ് ആവേണ്ട വന്നില്ല. സെന്റ് തോമസ് കോളേജ് റോഡിലുള്ള സുരേഷ് കാഫിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചൂസ് ചെയ്തേക്കണേ. എനിക്കൊന്നും വേണ്ട, ഞാൻ ഫുഡ് അടിച്ചാന്ന് പറഞ്ഞപ്പോ സാറ് എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. സാറിന്റെ പ്രൊമോഷൻ കണ്ടിട്ട് ഇവർ തമ്മിൽ കൊളാബറേഷൻ ഉണ്ടോന്ന് വരെ എനിക്ക് ഡൗട്ട് ആയിരുന്നു. വേണ്ടാന്ന് പറഞ്ഞ മുമ്പിൽ കൊണ്ട് വെച്ചോണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഗുളിക കഴിക്കണ പോലെ കഴിച്ചു നോക്കി, വലിയ കുഴപ്പമില്ല. ടേസ്റ്റി ഫുഡിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞു, സാറേ നല്ല ദൂരം ഓടാണ്ട് പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കണേ. പിന്നെ നോക്കിയപ്പോണ്ടാ കണ്ണ് തുറന്നിരുന്നിട്ട് തബല വായിച്ച് പഠിക്കണം. കൊള്ളാല കളി. കൈ പോക്കറ്റിൽ പോണ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇന്നത്തെ കാര്യം മൊത്തം ഗോവിന്ദ. പിന്നെ അവിടെ നിന്ന് 100-110 ഞങ്ങൾ കൊടുങ്ങല്ലൂര് പിടിച്ച്. കൊടുങ്ങല്ലൂര് പേബസാർ റൂട്ടിൽ അത്താണി ജംഗ്ഷനിലുള്ള ചള്ളിയിൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഞങ്ങൾ സാധാരണ ബിരിയാണി കഴിക്കാൻ കയറാറ്. ഫുഡ് നല്ല വർത്തായിട്ട് തോന്നിയിട്ട്. ചിക്കൻ ബിരിയാണിയാണ്, മുട്ട വിത്ത് പപ്പടം. എങ്ങനെ സെറ്റ് അല്ലേ? പോകുന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട ഊട്ടി അല്ലെങ്കിൽ ചട്ടി. അപ്പൊ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരാണ്. കുറെ കോടി ക്ഷീണിച്ചപ്പോൾ അങ്ങോട്ട് തല കറങ്ങണ പോലെ എന്നൊരു ഉപ്പ് സോഡ കുടിച്ചേക്കാന്നായി. ഉപ്പ് സോഡ പോലെ തന്നെ കടയുടെ പേര് തന്നെ ഇംപ്രസ് ചെയ്യിച്ചു. താടി മാമ സൺസ്, താടിയുള്ള മാമന്റെ കുട്ടികൾ. കൊള്ളാലോ. കൃഷ്ണനോട് കുറച്ചു നേരം കത്തിയും വെച്ച് വർക്ക് കഴിഞ്ഞ് സാറിനെ കൊണ്ടാക്കി നേരെ വീട്ടിലോട്ട്. നട്ടെല്ലൊടിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ടി വിയിൽ ഏത് മൂടുന്ന് എന്റെ മൂഡിനെ കുറിച്ച് പറഞ്ഞ ഈ അക്ഷരം മാറി പോണോണ്ട് ഞാൻ ഒന്നും മിണ്ടണില്ല. അപ്പൂസിന് ചെറുതായിട്ട് മടി വന്നപ്പോൾ എന്ന കളിയുടെ രീതിയിൽ ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കാന്നായി. എന്നാൽ പിന്നെ അതും കംപ്ലീറ്റ് ചെയ്ത് എന്റെ വക കുറച്ച് ത്രെഡ്മില്ലും കൂടി ചെയ്ത് ഞാനങ്ങ് അവസാനിപ്പിച്ചു. വൈകിട്ട് ഞാനും പാറും കൂടി അപ്പൂസിന് ഒരു പ്രാങ്ക് കൊടുത്തു. വരാന്തയിൽ പോയി കഴിക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഓക്കെയാണ്. ഏതോ വലിയ ഹോട്ടലാന്ന് വിചാരിച്ചേ. പാവടാ. ഡ്രസ്സും മാറി വാതിൽ തുറന്നപ്പോണ്ടാ പ്ലെങ്ങെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ മോന്ത കാണണം. ഗഡിമോള് ഫീലായിട്ട് നേരെ ഷമ്മി നിൽക്കണ പോലെ ഒരു നിപ്പ്. അങ്ങനെ ഒരു കണക്കിന് അവളെ വിളിച്ചു വരുത്തി ചോറും കൊടുത്ത് അടുത്ത ദിവസം കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച്. എനിക്ക് അഞ്ചവളുടെ മുഖം കണ്ടിട്ട് ചിരി നിർത്താനും പറ്റണില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.